ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ വ്ളോഗാണ്. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ട്. ഭയങ്കര ഒരു സന്തോഷത്തിലാണ് എണീറ്റേക്കണത്. കാരണം വെച്ചാൽ കുറേ നാളായി കുക്ക് ചെയ്തിട്ടൊക്കെ. ഉമ്മ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ ഇന്നലെ എൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ ഇന്നലെ പോയി വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 7 മണിയായിട്ട് 7:10 ആയി. ഞാൻ കിടന്നത് തന്നെയാണ്, നേരം വൈകിയത് പോയതല്ല കേട്ടോ. കാരണം പിള്ളേർക്ക് ഇന്ന് 10 മണിക്കാണ് ക്ലാസ്, ഡാൻസ് ക്ലാസ്സാണ്. ഇന്ന് സൺഡേ ആണ്, എന്നാലും ആനുവൽ ഡേയുടെ ഡാൻസ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് 10 മണിക്ക് പോയാൽ മതി. അപ്പം ഞാൻ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അടുക്കളയിലൊക്കെ കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. മറ്റേ കുറേ നാൾക്ക് ശേഷം കാണുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കണതാണ്. ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ടേ കുറേ ദിവസമായിട്ടോ. ഈ ഭാഗത്തോട്ടൊക്കെ ഒട്ടും ഇറങ്ങിയിട്ടില്ല. ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഇതിൽ നോക്കിക്കൊണ്ടിരിക്കണതാണ്. എന്നാൽ ഈ വീട്ടിൽ തന്നെ ഞാനുണ്ടായി. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഒരു മുറിയിൽ ഇങ്ങനെ കിടപ്പ് 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 തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുകയാണ് കേട്ടോ. പുതിയൊരു സ ദിവസം, പുതിയ കാര്യങ്ങൾ, പുതിയ ചിന്തകളൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ മണിപ്പുട്ടിൻ്റെ മണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. മണിപ്പുട്ടിൻ്റെ ഇങ്ങനെ മണി പോലെ ഇങ്ങനെ പാക്കറ്റിൽ 1 കിലോ 1/2 കിലോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തേങ്ങയിട്ടൊന്നും അല്ലാട്ടോ ഉണ്ടാക്കണം. തേങ്ങയൊക്കെ ഇട്ട് സാധാ പുട്ടുകുഴലിൽ അങ്ങനെ തേങ്ങ, പുട്ടുപൊടി അങ്ങനെ ഇട്ടുണ്ടാക്കുമ്പോൾ ടേസ്റ്റാണ്. പക്ഷെ ഞാൻ പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ചീത്തയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തേങ്ങയൊന്നും ഇട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദേ ഗ്രീൻ പീസൊക്കെ കഴുകി കുക്കറിലിടാൻ പോവാണ്. ഇനി വേഗം തന്നെ കറിയൊക്കെ വെക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഗ്രീൻ പീസ് കറി. അതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മാന്തൾ കറി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഉച്ചയ്ക്ക് കറിയൊന്നും വെക്കുന്നില്ല. കാരണം മാന്തൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ മാന്തൾ കറി തീർന്നിട്ടുമില്ല. അപ്പം ആ മാന്തളൊക്കെ എടുത്ത് പൊരിക്കാമെന്നാണ് വിചാരിച്ചേക്കണത് കേട്ടോ. അപ്പം ഞാൻ ദേ എൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുട്ടികൾ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ കുട്ടികളെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സ് ഓഫാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓണാക്കും. പക്ഷെ എന്നാലും വീണ്ടും ഓഫായി പോവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുട്ടികൾ അധികമായിട്ട് കാണിച്ചിട്ടാണെന്നാണ് തോന്നുന്നത്. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് എനിക്ക് അറിഞ്ഞത്. ഇനി ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പണികളുടെ കൂടെ തന്നെ ഇങ്ങനെ ക്ലീനിങ്ങും ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഒരുപാട് ഭാരമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നാൽ എല്ലാ ദിവസമൊന്നും ഇങ്ങനെയൊക്കെ തന്നെയല്ല. കാരണം നമുക്കും ഉണ്ടല്ലോ മടി പിടിച്ച ദിവസങ്ങൾ. അപ്പോൾ അതിനിടയിൽ ഞാൻ അലക്കാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അലക്കല്ല് നോക്കിയിരിക്കുകയാണ് കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് അലക്കല്ലിൽ അലക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇനി കുറച്ച് നാളത്തേക്കും കൂടി ഈ വാഷിംഗ് മെഷീൻ തന്നെ അലക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ എല്ലാ ദിവസവും അങ്ങോട്ട് അലക്കല്ലിൽ അലക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള തുണി അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഇല്ലുമോൻ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കണതാണ് മടി പിടിച്ച്. ഒരു ശനിയാഴ്ച ആയിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പൊടിമോനാണെങ്കിൽ എണീറ്റിട്ടില്ല. ഇനി അതിനെ പൊക്കിയെടുക്കാനാണ് ഏറ്റവും പാട്. കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ആള്. അപ്പോൾ നമ്മുടെ ചായയൊക്കെ ഇങ്ങനെ തിളച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും രാവിലെ ആദ്യം കുടിക്കുന്നത് വെള്ളമാണ്. ഇങ്ങനെ ഒരു സമാധാനത്തിൽ ഇങ്ങനെ വന്ന് ഇരുന്ന് കുടിക്കും. അത് നല്ലതാണ് കേട്ടോ. ഞാനിങ്ങനെ ഈ ഒരു വലിയൊരു ഗ്ലാസ് വെള്ളം മുഴുവനും കുടിക്കും. അതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാറുള്ളൂ കേട്ടോ. അതും വളരെ കുറച്ച് ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. ശരീരത്തിന് നല്ല വെള്ളം ആവശ്യമാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ട് കുറച്ച് പ്രഹസനമൊക്കെ കാണിച്ചു. അതിനുശേഷം വേഗം തന്നെ വന്ന് പുട്ടുണ്ടാക്കാൻ തുടങ്ങി. ഇനിയും വൈകി കഴിഞ്ഞാൽ പിള്ളേർ പോവാൻ സമയത്ത് പുട്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം മണിപ്പുട്ടിൻ്റെ മണി. നമ്മൾ ഇടിയപ്പം പോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെ ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ. നമ്മൾ മണിപ്പുട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കണം കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷേ ഞാൻ തേങ്ങയൊന്നും ഇട്ടില്ല. ചിരട്ടപ്പുട്ടിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ വേഗം വേഗം ചുട്ടെടുക്കുകയാണ് ചെയ്തത്. കാരണം കുട്ടികൾക്ക് വേഗം പോകണം. പിന്നെ കുട്ടികളും കൊണ്ടുപോകുന്നുണ്ട് ഉച്ചക്കലത്തേക്ക്. ഇനി വൈകിട്ടേ അവർ വരുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചീത്തയായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങയൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ടിൻ്റെ പണി കഴിഞ്ഞു. കുട്ടികൾ ഏകദേശം പോവാനായി. ദേ അലക്കലും കഴിഞ്ഞു ട്ടോ. കുറച്ചൊക്കെ ഞാനിവിടെ വിരിച്ചിട്ടു. ബാക്കി കുറച്ച് ഫ്രണ്ടിലാണ് കൊണ്ട് വിരിച്ചിടണം. അവിടെ നല്ല വെയിലുണ്ട് ട്ടോ. മുകളിൽ വിരിച്ചിടാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ എനിക്ക് നല്ല മടിയാണ് മുകളിൽ കയറി ഇറങ്ങാൻ. അപ്പോൾ ഇവിടെ തന്നെ ആകുമ്പോൾ വേഗം അങ്ങോട്ട് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ അങ്ങനെ വിരിച്ചിടും. അവിടെ അങ്ങനെ വൃത്തികേടൊന്നുമില്ല കേട്ടോ. എപ്പോഴും കഴുകി വെള്ളമൊഴിച്ചൊക്കെ വിടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒന്നുമില്ല, അഴുക്കൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വിരിച്ചിടും. നല്ല വെയിലുമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ പിന്നെ എന്തിനാ മുകളിൽ കയറുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ ഇവിടെ അങ്ങോട്ട് വിരിച്ചിട്ട് ഉണക്കാണ് പതിവ് കേട്ടോ. അപ്പോൾ ദേ കുട്ടികളൊക്കെ ഇങ്ങനെ മദ്രസയൊക്കെ വിട്ട് പോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഞാനൊക്കെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളും ഫുഡ് കഴിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് വേഗം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ. ബൈ. താങ്ക് യു.